ഫുട്ബോൾ ഒരു അടിപൊളി ഗെയിമാണ്. ഏറ്റവും വേഗം കൂടിയതും ഏറ്റവും ത്രില്ലിംഗ് ആയതുമായ ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു കറുത്ത പുള്ളി പോലുമല്ല നമ്മുടെ ഇന്ത്യൻ ടീം. എങ്ങാനും ഇന്ത്യൻ ടീം ലോക ഫുട്ബോളിൽ കളിക്കാനിടയായാൽ അന്നത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്കതൊന്ന് കണ്ടു നോക്കാം. വിജയ, കുട്ടിയാ, സുരേഷേ, ആരും ഇങ്ങനെ വെറുക്കല്ലേടാ. നിങ്ങളിങ്ങനെ വെറുച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനായ എൻ്റെ സ്ഥിതി എന്താണ്? കോച്ചു കോച്ചു എല്ലാവർക്കും നന്യത്തിന് കുഴപ്പമെടുത്തിട്ട് പുറത്ത് വരട്ടി കൊടുത്താട്ടെ. എനിക്ക് വലുവിൻ്റെ നാല് ഗുളിയും. അയ്യോ അയ്യോ. അതെ, ഇവിടുത്തെ ഒരു പട്ടി ഇന്ത്യൻ ക്യാമ്പിൽ കിടന്ന് കുരയ്ക്കുന്ന പോലെ തോന്നിയില്ല. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടല്ലേ? അത് ശരി, നിന്റെ വീട്ടിലെ പട്ടി ഈ ബർമൂടിയും ബന്ധിട്ടാണല്ലോ കുരയ്ക്കല് പട്ടിയെ. ഞാനാ കുറച്ച്. നിങ്ങളാ? അല്ല, നിങ്ങളാരാ? ക്യാപ്റ്റൻ. ക്യാപ്റ്റനാ? ഏത് കപ്പലിലെ ക്യാപ്റ്റൻ? കപ്പലിന്റെ അല്ലേ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് തീരെ സുഖമില്ലല്ലോ. എത്രയായി? 2 കൊല്ലമായില്ലേ ഞാൻ കിടന്ന കിടപ്പ് തന്നെ കിടക്കുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വീൽ ചെയർമേലെ ചുന്തി കൊണ്ടുവന്നു അങ്ങോട്ട്. അത് ശരി. അതെ, ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ കാട്ടി മോശം. ഞാനാണ് അവരുടെ വേണ്ട വേണ്ട, മെനക്കെടണ്ട. റിസ്ക് എടുത്ത് നാളെ ബ്രസീലുമായിട്ട് കളിയുള്ളതല്ലേ? അത് ശരി. അപ്പം ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചതല്ല, പിന്നെ തീരുമാനിപ്പിച്ചതാ. ടീമായിട്ടല്ല ഞങ്ങൾ മുട്ടുന്നത്. ചാവേർപ്പട. ചാവേർപ്പട കളി കഴിയാ വീണു പോവുക, പാക്ക് ചെയ്യാ, എന്തേലേക്ക് കൊണ്ടുപോവുക. അത് ശരി. അല്ല, ഈ ഇവിടെ കിടക്കുന്ന ആരാണ്? വൈസ് ക്യാപ്റ്റനാ. അത് ശരി. അപ്പൊ റെസ്റ്റ് എടുക്കുമായിരിക്കും നാളത്തെ കളിക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, ബോധം കെട്ട് വീണു പോയതാ. നാളെയാണ് ബ്രസീലിനോട് കളി എന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ട് വീണു പോയതാ. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ചോദിക്കും കളി കഴിഞ്ഞോന്ന്. ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെയും ബോധം കെട്ട് വീണു പോലും. അത് ശരി. അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കളിക്കാരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള. പക്ഷെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇങ്ങനെയൊക്കെ എങ്ങനെയാ ഞങ്ങൾ തടിക്കുക? എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? ഫുട്ബോൾ ഇതിഹാസങ്ങളായ അർജന്റീന, ഇറ്റലി, ബ്രസീൽ ഈ രാഷ്ട്രങ്ങളോടൊക്കെ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞെന്താ അറിയോ? എന്താ? 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം താമസിച്ചോളാൻ. ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താർപ്പായി കൊണ്ട് ടെന്റ് വെച്ച് കെട്ടിട്ട് അണ്ണാച്ചികൾ ഇരിക്കുന്നവർ ഇരുന്നോളാം. പിന്നെ ഇങ്ങനെ തടിക്കുക. അത് ശരി. എന്താ ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്? അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖമായല്ലോ. അത് മാത്രം. അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? ചിക്കൻ, മട്ടൺ, ഫ്രൈഡ്, അതൊക്കെ ഇവിടെ ഓടിക്കുന്ന വണ്ടിയല്ലേ മാഷേ? അതൊക്കെ ഇവിടെ ഓടുന്ന വണ്ടി. അതൊക്കെ അവർ തിന്നുന്ന സാധന. നിങ്ങൾ തിന്നിട്ടില്ലല്ലേ? ഇല്ല. നിങ്ങൾ തിന്നിട്ടുണ്ടോ? തിന്നിട്ടില്ല. ഞാൻ ആ കളിക്കാർ തിന്നുമ്പോൾ ജനവാലിനുള്ളിൽ കൂടെ ഏന്തി വെച്ച് നുണച്ചിറക്കിയതാ. ഞങ്ങൾക്ക് ആകെ 2 പൊറാട്ടയും കുറച്ച് ഗ്രേവിയാ. ഒരു പൊറാട്ട വിശത്തിട്ട് കൂടുതൽ ചോദിച്ചാൽ ഞങ്ങൾ കോച്ച് പട്ടിനാ. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ, അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ. അതിപ്പം നിങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങളത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല. അതെന്താ? സ്വതവേ മരവിച്ചെടുക്കുന്ന തൊലിയൊക്കെ ഒന്ന് മരവിപ്പിക്കാനാ. കൊടുവാൾ കൊണ്ട് വെട്ടിയാൽ വരെ തൊലി വരാറില്ല. ഞങ്ങൾക്ക് 3-4 പാരസെറ്റമോൾ വയലേക്കിടുക, കുറേ പച്ചവെള്ളം. അത് ശരി. അപ്പൊ ഒത്തിരി പാരസെറ്റമോൾ കഴിക്കേണ്ടി വരുമല്ലോ. 80 ചാക്ക് പാരസെറ്റമോൾ ആയിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓ, അത് ശരി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെലെയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെലെ, നിങ്ങൾ ഉദ്ദേശിച്ച പെലെ ബ്രസീലിലല്ലേ? അതെ. ഈ ഇന്ത്യയിൽ പെലെന്ന് വിളിക്കുന്ന ആരെയാ? എന്റെ വീട്ടിൽ നിന്ന് എന്താ വിളി? എന്റെ ഭാര്യയും അമ്മായും കൂടെ പെലേ. നേരം വെളുക്കാൻ നേരത്തെ എന്റെ കായിക അഭ്യാസം തുടങ്ങും. പുലർച്ചെ കണീറ്റ് എന്റെ ഭാര്യ വിളിക്കും, പെലേ എണീറ്റോ. ചൂല് കൈമ തന്ന് പറയും, മുറ്റടിച്ചായിരിക്കോ? മുറ്റടിച്ചാര് വെള്ളം കോര് അമ്മിമേൽ വെച്ച് മുളക് അരച്ചു വിടുന്നു. ആ മുളക് ഇങ്ങനെ അരച്ചു കൊണ്ടിരിക്കുമ്പോ തലേന്റെ ഉപ്പിളാങ്കട്ടൊക്കെ ഒറ്റ കുത്ത. അതാരാ കുത്തത്? അമ്മായിമ്മ എങ്ങനെ കുത്തുവോ? അമ്മായിമ്മ കുത്തുള്ളൂ. ഭാര്യ എന്നെ ഒന്നായിട്ടെടുത്ത് നിലത്ത് തന്നെ കുത്തും. അയ്യോ, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നു. കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്രയുണ്ടാവും? കുത്തിട്ട് കഴിഞ്ഞാൽ പിണങ്ങി പോയി കാണും. കാര്യമില്ല. തലക്ക് കുത്തിട്ടിയ വേനയാത്ത ആളുണ്ടോ? അപ്പൊ എന്റെ അമ്മായിയും ഭാര്യയും കൂടെ പിന്നെ പെലേ ഗട്ടടി ഗട്ടടി. അപ്പൊ ഞാൻ വീട്ടിലുള്ളിൽ കയറി വയലടിക്കും. അന്നേരം പിന്നെ പറയാ ചവിട്ടുന്ന ഞാനാണ് പെലെ. നിങ്ങളാണ് പെലെ. ഓക്കെ. അപ്പൊ പെലെ ഈ ലീഗിലാണോ നിങ്ങൾ തുടങ്ങിയത്? തുടക്കം ഞാൻ കോൺഗ്രസിലാണ്. പിന്നെയാണ് അല്ല,
കളിയിൽ ലീഗിലാണോ തുടങ്ങിയത്, ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്? ഞങ്ങൾ ഫുട്ബോൾ എന്നുള്ളൊരു മതമാണ്. ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും, കോൺഗ്രസ് വിളിച്ചാലും പോകും, മാർക്സ് പാർട്ടി വിളിച്ചാലും പോകും, ഏത് പാർട്ടി വിളിച്ചാലും അങ്ങനെ അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ കളിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഒളിമ്പ്യനല്ലേ ശരിക്കും? ഒളിമ്പ്യ എന്താണ് നീ എന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പരിഹസിക്കുന്നത്? അല്ലെങ്കിൽ വന്നപ്പോഴേ എന്നെ ഒരു പരിഹാസ രൂപത്തിലാണ് കണ്ടത്. ഞാൻ ആരാണെന്നാണ് നിന്റെ വിചാരം? ആരാ? എടോ, വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോൾ ഡൽഹിക്ക് ഫോൺ ചെയ്യും, ഞാനുണ്ടോ കളിക്കാൻ. ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്നാളും. അയ്യോ, അത്രയ്ക്ക് ഭയങ്കര കളിയാണോ നിങ്ങൾ? അമ്മാതിരി ഫൗളാൻ്റെ എന്റെ ഫൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിട്ടില്ല. കയ്യും കാലും ചവിട്ടി മതിച്ചാൾ ഞാൻ. 96-97 ഇന്ത്യയിലെ ബെസ്റ്റ് ഫൗളറാ ഞാൻ. അവാർഡ് വാങ്ങാൻ പോയില്ല. മർദ്ദനല്ലേ കേസ്, ജയിലിലായി പോയില്ലേ? കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു? ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം. ആരോഗ്യക്കുറവുകൊണ്ടാണല്ലേ? അതെ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും ഫിറ്റാ. അത് ശരിയാ, ടൈറ്റ്സ് ഒക്കെ നല്ല വണ്ണായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ഗോതമ്പം പഠിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആടുന്ന മാതിരി കാലുമൊക്കെ ഇടുന്ന ട്രൗസർ ആടുകയല്ലേ. ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല. ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിന് കത്തയക്കില്ല. കണ്ടിട്ട് കുറെ കാലായിട്ടോന്ന്. അപ്പൊ ഒളിഞ്ഞൊന്ന് കല്ലെടുത്തേറി. പിന്നെ ഞാനുണ്ടോ എന്നല്ല ഫോണ്, പിന്നെ ഏറുണ്ടോന്നാ. അത്ര സ്ട്രോങ് ആണല്ലോ പെലെ. തീർച്ചയായും. അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിൽ പണിക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ വല്ല വാർക്കപ്പണിക്കും പോവുക. കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഒന്നും എനിക്ക് മറക്കൂല. അത്രത്തോളം പരുക്കുണ്ട് എനിക്ക്. കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. ഒരു കളി കഴിഞ്ഞാൽ എനിക്കൊന്നും മറക്കൂല, മറക്കാൻ പറ്റത്തില്ല. അല്ല, എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം? അത് ഫുട്ബോളിൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവം കോമൺവെൽത്ത് ഗെയിംസിൽ. അതായത് എനിക്ക് SSLCക്ക് പിന്നെ 2 ഗ്രൂപ്പിനും കൂടെ 60 മാർക്ക് കിട്ടിയതിനെ കൊണ്ട് ഡയലോഗ് ഒത്തിരി മെസ്സുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടൻ ആയിരുന്നു എതിരാളി. അന്ന് ഞങ്ങൾ കളിച്ചു. ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ. ഞങ്ങൾ കളി തുടങ്ങി ആദ്യ മിനിറ്റ് പെനാൽറ്റി. അതെന്താണ് ആദ്യം? ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ട് കാലുകൊണ്ട് എന്തായാലും പന്തടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയം എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, കൈകോട്ട് പിടിച്ചാളാണ്. കളി തുടങ്ങി ഞങ്ങളുടെ കളിക്കാരൻ കൈകോട്ട് പിടിച്ചു പെനാൽറ്റി ആക്കി. അന്ന് ഞാനാ ഗോളി. അത് ശരി. നിങ്ങൾ ഗോളി ആയിട്ടുണ്ടോ? ഞാൻ ക്യാപ്റ്റൻ ആയില്ല, അതിലും വലുതാ. ക്യാപ്റ്റൻ ആയാലും അതിലും വലുതാണോ ഗോളിക്ക്? എടോ, നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഇന്ത്യക്ക് വിശ്വസനീയമായ ഒരൊറ്റ ഗോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കൈ കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. ഓ, അത് ശരി. അത്ര ഭയങ്കര കളിയാ? അല്ലാന്ന്, പന്ത് കിട്ടേണ്ട തെറിച്ചോവൻ. ആദ്യമായിട്ട് ഗോൾ കിട്ടിയല്ലേ ഞാൻ. ഓ, അങ്ങനെ പെനാൽറ്റി അടിക്കാൻ വന്നത് ഡേവിഡ് ബെക്കാം. ഇവനൊന്ന് പന്തൊന്ന് ചുഴറ്റി അതിനൊരു കൊടുങ്കാറ്റടിച്ച ശബ്ദം. എല്ലാരും എന്നെയാ നോക്കുന്നത്. എന്ത് ചെയ്യും എല്ലാരും. ഡേവിഡ് ബെക്കാം ഒന്നും കൂടെ ചുഴറ്റി ഞാൻ വിടുവോ? ഞാൻ ഏതാ മോൻ? എന്ത് ചെയ്തു ചോദിക്കൂ. എന്ത് ചെയ്തു? എന്ന് പറഞ്ഞ് പന്ത് പോസ്റ്റിന്റെ ഉള്ളിലേക്കും ഞാൻ പുറത്തേക്കും. എന്തെങ്കിലും നോക്കണ 2 പന്ത് പോസ്റ്റിന്റെ ഉള്ളിൽ വീഴണ്ടായിട്ട് ചെയ്തതാ. അതായത് രണ്ടാമത്തെ പന്ത് എടോ, അവനടിച്ച അതേ ശക്തിയിൽ എന്റെ തലക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയും പന്തിന്റെ കൂടെ പോസ്റ്റിന്റെ ഉള്ളിലാവൂ. അന്നാണ് ഇന്ത്യ എതിരില്ലാത്ത 33 ഗോളിന് പൊരുതി തോറ്റ്. എന്തായാലും നാളെ കളിക്കാൻ പോലെ ബ്രസീലുമായിട്ട്. നാളത്തെ കാര്യം പറയല്ലേ, പേടിപ്പിക്കല്ലേ. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, എന്നാ ഓക്കെ, നമുക്ക് കാണാം. അതെന്താണ്? അത് നീ വീട്ടിലേക്ക് പോവല്ലേ? അതെ. അപ്പം വരുമ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോവാന്ന്. അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ, ഡാഡി വല്ലതും തന്നോ? ക്യാപ്റ്റൻ തന്നയച്ചോ? കുട്ടികളാണല്ലോ ചോദിക്കുന്നത്. ഒരു സിസൽ കെട്ടാ വീട്ടിൽ കൊണ്ടുകൊടുക്കുക. ഹലോ മോനെ പൊടിയ, ഒരല്പം ബേസ് സംഗീതമാണ്. ഓക്കെ, പ്രിയ കലാസ്നേഹികളെ, ഇനി ഏത് നിമിഷവും ഞങ്ങൾ നാടകം ആരംഭിക്കും. അതിനു മുൻപ് ഈ സ്റ്റേജിൽ നിന്നും അടിച്ചു മാറ്റിയ ബെല്ല് ദയവ് ചെയ്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുക.
മറ്റൊരു സന്തോഷ വാർത്ത. പോയ വർഷത്തിൽ ഞങ്ങളുടെ ഈ നാടകത്തിന് 4 അവാർഡുകൾ കിട്ടുകയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടൻ തങ്കപ്പൻ തലക്കേറുകൊണ്ട് തളർന്നു കിടക്കുന്നു. 2-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടി തങ്കമ്മ ക്രൂരമായ പീഡനമേറ്റ് പ്രസവ വാർഡിൽ കഴിയുന്നു. 3-ാമത്തെ വാർഡിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി കേട്ട് തലയ്ക്ക് വെളിവില്ലാതെ തളർന്നു കിടക്കുന്നു. 4-ാമത്തെ വാർഡ് കയ്യിലിരുന്ന കാശ് മുടക്കി ഈ നാടകമെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ചട്ടിയും കയ്യിലേന്തി ഈ പറമ്പിലൂടെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മരണമണി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നില്ല അണ്ണാച്ചി, നാളെ വാ. അമ്മേ മഹാമായേ കാത്തുകൊള്ളണമേ. പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സുഭദ്രേ, സുഭദ്രേ, ദാ വരുന്നു. കിടന്നു കൂവണ്ട. എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പറയാം. മാസപ്പിരിവുകാരും ആഴ്ചപ്പിരിവുകാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന്. ഈശ്വര, മാസപ്പിരിവുകാർ എങ്ങനെയും പറഞ്ഞു നിർത്താം. പക്ഷേ മലയാളം അറിയാത്ത അണ്ണാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതൊക്കെ പോട്ടെ. ബൈ ദ വൈ, ഇന്നലെ പറമ്പിൽ നിന്ന് തേങ്ങ വെട്ടിയല്ലേ? വെട്ടി. എത്രയുണ്ടായിരുന്നു? 502. മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയുന്നു മൂദേവി. സത്യം 502. എന്നിട്ട് അതവിടെ 2 എണ്ണം നമുക്ക് തന്നു. ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. ഈശ്വരാ, ഇന്നും മുളകരച്ചതോ? ആ സുഭദ്രേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദ്രോഹി. അതല്ല, വിവാഹം കഴിച്ച് അയക്കുവാൻ തീരുമാനിച്ചു. ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, വരൻ ആരാണെന്ന്. അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്. നീ പോയി കഞ്ഞി വിളമ്പി വെക്ക്. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അരുത് ചേട്ടാ, അരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. എടി, നമ്മളുടെ മകളുടെ കാര്യം കൂടി പറഞ്ഞത്. ആരോ വരുന്നുണ്ട്. നീ വേഗം ചെന്ന് ചായയുമായിട്ട് വാ. നമസ്കാരം. അല്ല, ഇതാരും ബ്രോക്കറോ? ആ? ബ്രോക്കറുടെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആഹാ. അപ്പോഴേക്കും കയറി വന്നോളും. നാശം. ദാ ചായ കുടിക്ക്. ആഹാ, നല്ല ചായ. ഇതെന്ത് പാലാ? പശുവും പാലാണോ? അല്ല, മിൽക്കാനയുടേതാ. ദൈവമേ, ആനപ്പാല് ഉറങ്ങിയോ? ആ കറവക്കാരനെ സമ്മതിച്ചു കൊടുക്കണം. പറഞ്ഞ കാര്യം എന്തായി? എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധമെല്ലാം തരപ്പെട്ടോ? നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ സ്ത്രീധനമായി നിങ്ങൾ എന്തു കുന്തം കൊടുക്കും? ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്തു ചെയ്യാനാ? 20 ലക്ഷവും മാരുതി കാറും ഞാൻ തരും. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ പൊന്നാങ്ങളയുടെ ശബ്ദമല്ലേ ഇത്? നല്ല ആങ്ങള, അവന് കൊടുത്തത് പോരാ. ദാ ഈ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കൊള്ളാം, നല്ല പയ്യൻ, എനിക്കിഷ്ടപ്പെട്ടു. നോക്കട്ടെ. നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുറ്റത്തൊരു പന്തലിട്ട് ഞാൻ ഈ കല്യാണം നടത്തും. സാധ്യമല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തിരുമുറ്റത്തൊരു പന്തല് ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. സുഭദ്രേ, നമുക്ക് വല്ല ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തിയാ പോരെ? ബ്രോക്കറേ, പയ്യൻ നല്ല തറവാടി ആയിരിക്കണം. ബലവേഷ്, എന്നാ ഇത് നോക്ക്. കൊള്ളാം, കുഴപ്പമില്ല. തറവാട് എങ്ങനെ?
വലിയ തറവാടിത്തം ഇല്ലെങ്കിലും തള്ള നല്ല ഒന്നാന്തരം തറവായാടിയാണ്. പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിന് അങ്ങ് സമ്മതിക്കും. ആട്ടെ, തന്തയ്ക്ക് എന്താ ജോലി? തന്ത ഇവിടെ ഇല്ലെന്ന്. എന്താ പുറത്താണോ? അല്ല, അകത്താ. ഒരു പീഡന കേസിൽ പുള്ളി അകത്തായി പോയി. പേടിക്കണ്ടെന്ന്. കല്യാണ തലേന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. കല്യാണം കഴിഞ്ഞിട്ട് കക്ഷി തിരിച്ചങ്ങ് ജയിലിൽ പൊക്കോളും. അത് വേണ്ട, അത് വേണ്ട, വേണ്ട. വേണ്ടെങ്കി വേണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കക്ഷിയെ ഇവിടെ തന്നെ അങ്ങ് തീറ്റി പോറ്റിക്കോ. അതല്ല, ഈ ബന്ധം വേണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഈ പെൺകുട്ടി എവിടെ? കണ്ടില്ലല്ലോ. അവള് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. വിളിക്കണോ? അയ്യോ, അത് വേണ്ട. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അത് വേണ്ട. ബ്രോക്കറെ, ഏ? പോയിട്ട് വേറെ ദിവസം വന്നാൽ മതി. സുഭദ്രേ, ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കയറ്റിയിട്ട് വരാം. കഥ അടച്ചേക്ക്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെണ്ടുകളും കയറി വരും. അയ്യോ, രാഘവേട്ടൻ. അതേടി രാഘവേട്ടൻ. വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കയ്യിലിരുന്ന കഠാര ഞാൻ വലിച്ചൂരി. രാഘവേട്ടാ, എന്നിട്ട് ഞാനൊരു കടയുടെ മറവിൽ പോയി ഒളിച്ചിരുന്നു. നിന്റെ അച്ഛൻ പോയതിനു ശേഷം മാത്രമാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ആട്ടെ, ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിനൊരു തീരുമാനമായി. ഈശ്വരാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ശരിയാ, നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. ആട്ടെ, ഇപ്പോ ഈ വരവിന്റെ ഉദ്ദേശം പറയാം. എന്റെ ശ്രീദേവി ഒന്ന് കാണാൻ. എന്റെ രാഘവേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്റെ രാഘവേട്ടനെ കാണാൻ. രാഘവട്ടനെ കാണാൻ? എത്ര സുന്ദരനാ രാഘവേട്ട. രാഘവേട്ടാ, കുണ്ടു പട്ടിക്കാലത്ത്, അല്ല പണ്ട് കുട്ടിക്കാലത്ത്, ആ കാണുന്ന കായൽ തീരത്തുകൂടി ശംഭുവും വെച്ച് കക്കയും കല്ലും പിറക്കി പൂഴിമണ്ണിൽ കളിവീടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു നടന്ന ആ പഴയ കുട്ടിക്കാലം. എന്താ രാഘവേട്ട ആലോചിക്കുന്നേ? ഇതൊക്കെ എന്നാ ചുമ്മാ കള്ളത്തരം പറയാ. ഒന്ന് പോടി അവിടുന്ന്. രാഘവേട്ടൻ ഒന്ന് ഓർത്തോ, ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു മുഴം കയറെടുത്ത് ഈ വീടിന്റെ ഉത്തരത്തിലോ മച്ചിലോ കെട്ടി. അരുത്, എന്റെ ശ്രീദേവി കുട്ടിയെ വേഗം കാണിക്കരുത്. ഊഞ്ഞാലി കെട്ടി ആടാനും ഞാൻ മടിക്കില്ല. ശ്രീദേവി, ഛെ, വീട് രാഘവേട്ട, ആരെങ്കിലും കാണുമെന്ന്. വീട് അമ്മ അകത്തുണ്ട്. അമ്മയ്ക്ക് കത്തുണ്ടോ? വേണ്ട രാഘവേട്ട, വണ്ടിക്കാശ് മുതലാക്കണ്ട. രാഘവ, നല്ല ചീത്തപ്പേരിലെ കുടുംബമായത്. ഇതാരെങ്കിലും കണ്ടാൽ മേലാളി പൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത്. അമ്മേ, അകത്ത് റൂമുള്ള കാര്യം എന്റെ മകൾ മറക്കേണ്ട. രാഘവ, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേടാ? ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ ഇവിടുത്തെ അടുപ്പിൽ തീ പുകയൂ. അതുകൊണ്ട് പറഞ്ഞു. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അയ്യോ അല്ല അമ്മേ, അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാൻ കരുതിക്കുട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. എവിടെ പോകുന്നു? കഥക് തുറക്കാൻ. കഥകിപ്പോൾ തുറക്കണ്ട. കാരണം ഒളിച്ചിരിക്കാൻ ഒരു തലം പറഞ്ഞതാ തള്ളേ. സുഭദ്രേ, സത്യം മാത്രമേ പറയാവൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട. പറയടി, എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ? അയ്യോ, എന്ത് പറ്റി മോളെ? ദേ നമ്മുടെ മകൾ. സുഭദ്രേ, പേടിക്കാൻ ഒന്നുമില്ല. വായുവിന്റെ അല്ല അച്ഛ, രാഘവന്റെയാ. മോളെ. അതെ അച്ഛൻ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരച്ഛന്റെ തല വളരുന്നു. മോളെ, നീ ഈ അമ്മയെ കടത്തി വെട്ടി അല്ലേടി? സുഭദ്രേ, നീ നിന്റെ മകളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോടി. പോയില്ലെങ്കിൽ തൃപ്തിയായി ഗോപേട്ട. അമ്മാവാ,
തൊട്ടുപോകരുത്. തൊട്ടാൽ തട്ടും. തൊട്ടു. ദേ തട്ടി. മോളെ, തറയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തലയിൽ വെച്ചാൽ എണ്ണ പറ്റും എന്ന രീതിയിൽ വളർത്തി വലുതാക്കിയ മോള. എന്നിട്ടിപ്പോ അതിനെന്താ, ഇപ്പോൾ പറ്റേണ്ടത് പറ്റേണ്ടടത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിക്കൊണ്ടു പോകണോ? ചിങ്ങത്തിലാകരുതോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഈ നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. സുഭദ്രേ, എടുക്കാനുള്ളതെല്ലാം എടുത്തോളൂ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. മോനെ, ഇതാ ഇത് പിടിക്ക്. എന്താ ഇത്? മാസപ്പിരിവുകാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അണ്ണാച്ചിമാരുടെയും കാർഡ്. പറ്റുമെങ്കിൽ ഇത് നീ അടച്ചു തീർക്കണം. ഇതുകൂടി പിടിച്ചോളൂ. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. ഇനി എന്റെ മരുമകൻ വേണം ഈ വീടിന്റെ മാസമുള്ള വാടക കൊടുക്കുവാൻ. എന്താ, തൃപ്തിയായില്ലേ എന്റെ മരുമകന്? സുഭദ്രേ, വരൂ, നമുക്ക് ഇറങ്ങാം. മോനെ, പോകുന്നതിന് മുമ്പ് മറ്റൊരു സത്യം കൂടി നീ അറിയണം. എന്തു സത്യം? ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം. പറ്റുമെങ്കിൽ പേരിന്റെ കൂടെ മുനിയാണ്ടിന്ന് കൂടി ചേർക്കണം. അതെന്തിനാ അച്ഛാ? സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ പേരിനാണ് ആ പ്രാധാന്യം. കടവുളേ കാപ്പാത്തിങ്കോ. ഒരു ആശുപത്രിയുടെ ഒരത്തിനെ പോലും കാണുന്നില്ലല്ലോ, വലയിലൊന്നും വീഴുന്നില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. മോയത് കാര്യം ചെയ്യും. നമ്മുടെ ആന്റി അവിടെ ഇരിപ്പുണ്ടല്ലോ, ആന്റിയുടെ അടുത്ത് പോയി നിന്നോണം കേട്ടാ. ആന്റിക്കൊരു കൂട്ടായിട്ട് നിന്നോണം. ആ ശരി, പോ. നമസ്കാരം. പേരെന്തുവാ? കനകനകനകനകനകന. കനകനകനകനയോ? കനകനകനകനകന. കനകനകനകനയോ? എന്റെ പൊന്നു സാറേ, കനകൻ 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 എന്ന് പറഞ്ഞതാ. ഓ, കനകൻ. അതെ അതെ. തന്റെ ഇപ്പൊ അങ്ങോട്ട് പോയ മോനാണോ ആ പൂച്ചട്ടിലെ ചെടിയൊക്കെ പറിച്ച് കളയുന്നത്? എവിടെ 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 എവിടെ? ഇല്ലില്ലില്ല. ആ പൂച്ചട്ടിയുടെ ചെടിയൊക്കെ പറിച്ചു തന്റെ കളയുന്നത് മോനാണോ? എന്റെ പൊന്നു സാർ, അതെന്റെ മോനല്ല, അതെന്റെ ചിറ്റപ്പന്റെ മോനാ. ചിറ്റപ്പന്റെ മോനാണല്ലേ? എന്റെ മോൻ ഇല്ലായിരുന്നു ഡോക്ടറെ കാറിന്റെ വീലിന്റെ കാറ്റ് വിടുന്നുണ്ട്. അതാണ് എന്റെ മോൻ. കൊള്ളാം, കുടുംബപരമായിട്ട് നല്ല ഇതല്ലയോ? അനുസരണയോടെ വളർത്തുന്നേ ഞാൻ. അതെ അതെ അതെ. അതെ. അല്ല, അപ്പൊ താൻ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല. മിക്കപ്പോഴും തന്നെ ഇവിടെ കാണാറുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്. എപ്പോഴും ഞാൻ കാണാൻ വരുന്നതാണല്ലോ. ഞാൻ മാത്രമേ വരാറുള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താണ്? ഇതിലെ പോലെ ഡോക്ടറെ കാണാൻ വന്നത്. ഡോക്ടറെ കാണാൻ വന്നത്? അതെ. അല്ല, എന്നെ തന്നെ കാണാൻ പറഞ്ഞ കാര്യം എന്തുവാ? അയ്യോ, ഡോക്ടറെ സ്ഥിരമായിട്ട് കാണാൻ ഡോക്ടർക്ക് ജീവിക്കാമല്ലോ. എനിക്ക് ജീവിക്കണമല്ലയോ? അതെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി മേടിക്കാറുണ്ടോ? ഡോക്ടർ പറഞ്ഞ ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ മേടിക്കും? അതെ അതെ. എന്താ? അവർക്കും ജീവിക്കണമല്ലോ. അങ്ങനെ. അപ്പൊ ഞാൻ ഈ എഴുതി തരുന്ന മരുന്നുകളൊക്കെ താൻ അതേപോലെ മേടിച്ച് കൃത്യമായി കഴിക്കാറുണ്ടോ? അത് മുഴുവൻ ഞാൻ കളയും. അല്ല, കളയുന്നത് എനിക്കും ജീവിക്കണമല്ലോ. താൻ കൂടാരം കൊണ്ടുവന്നിട്ടില്ലയോ? ഈ കൂടെ കൊണ്ടുവന്നില്ലെന്നോ? ആരെയാ? എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ആന്റി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആരാ ആന്റി? അയ്യോ, ആന്റി അറിയത്തില്ലയോ? ഇല്ല. എന്റെ ആന്റി അറിയാത്തവരാരാ? ആരാ ആന്റി? അയ്യോ, റിയാലിറ്റി ഷോയിൽ പ്രസ്ഥാനമല്ലേ എന്റെ ദീദി. ഓ, ദീദി. അയ്യോ, ദീദിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് ഡോക്ടറെ. എന്തുവാ ആ പറയാ? റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം എന്റെ ആന്റിക്ക് എപ്പോഴും കരച്ചില്ല. എപ്പോഴും കരച്ചിലാണോ? തൊടുതന്നെ പിടിക്കുന്ന എല്ലാം കരച്ചിലാണ്. ഓ, അതിനകത്തും സ്ഥിരം കരച്ചിലാണല്ലോ. ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് നിത്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആണോ? എന്റെ ആന്റി ഇപ്പൊ വരും. എന്നാ ദീദിയെ പെട്ടെന്ന് വിളിക്ക്. ദീദി. ഹായ് എവരിബഡി, നമസ്തേ, വണക്കം. എല്ലാവർക്കും സൗഖ്യമായിരിക്കீங்களா? കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. ரொம்ப நல்லா இருக்கீங்களா? ഓക്കേ, യു ആർ റെഡി? ഓക്കെ 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 ഓക്കെ, ரொம்ப നന്നാ இருக்கீங்க. എന്റെ അസുഖത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞോ? ഡോക്ടറെ, ഞാൻ പറഞ്ഞില്ലേ? நான் பாட்டு பாடும்போது எனக்கு அழுது வருது. അഴുക്ക് വരുന്നോ? அழுக்கல்ல, அழுது போகணும், எனக்கு கரைஞ்சு போகணும். நான் ஏது பாட்டு பாடும் இந்த ரியாலிட்டி ஷோயில எல்லாம் பங்கெடுத்துட்டு இப்போ எந்த பாட்டு பாடியாலும் அதை அழுது போடுறேன். റിയാലിറ്റി ഷോ പങ്കെടുത്തതിന് ശേഷം എന്ത് പാട്ട് വല്ല കരച്ചില് വരുന്നു? ആമാങ്കോ, അതുപോലെ ചുണ്ടങ്ങോട്ട് വലുതായിട്ട് കൂടുന്നുണ്ടല്ലോ. ചുണ്ട് കോണുന്നുണ്ട്, അതെല്ലാം പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഈ പാട്ട് പാടുമ്പോൾ കോണി പോന്നു. അതുപോലെ തന്നെ പാട്ട് സംഗതിയൊന്നും വരുന്നില്ല. സംഗതി ഒന്നും വരുന്നില്ല. ഇല്ല. നല്ലൊരു മരുന്നുണ്ട്, എന്നാ പിടിച്ചോ. സംഗതി പെട്ടെന്ന് വരും. അയ്യോ, ഇത് വയറിളക്കത്തിനുള്ള ഗുളിയല്ലേ, അതൊക്കെ വരുന്നുണ്ട്. അതല്ല,
സംഗതി പാട്ടിലുള്ള സംഗതി പാട്ടിലുള്ള സംഗതി ആമാങ്കോ ആടമ്പം കരച്ചിൽ വരുന്നു. ആമാങ്കോ ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലോ ഡോക്ടർ ഇത് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം. ദീദി ഞാൻ പറഞ്ഞില്ലേ ദീദിക്ക് കരച്ചിൽ വരുന്ന മറ്റൊന്നും കൊണ്ടല്ലോ. പിന്നെ ഇവര് സംഗീതപരമായിട്ടല്ലേ മുന്നേറുന്നത്. നിങ്ങൾ മ്യൂസിക് തെറാപ്പി ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് എന്ത് തെറാപ്പി ഞാൻ ചെയ്യുമല്ലോ. ആമാങ്കോ ഞാൻ പാട്ട് പാടുമ്പോ ഇപ്പൊ നല്ലൊരു പാട്ട് ബാബേ മകനേ തിരുനാവിൽ മകനേ അഴുതിട്ടേ പോறாங்க. ആമാങ്കോ അതല്ല വേറെ ഏത് പാട്ട് പാടിയാലും എനിക്ക് അഴുത് വരുത്. രംബംബം ആരംഭം അബംബംബം പേരിമ്പം രംബംബം come on everybody രംബംബം ആരംഭം അബംബംബം. ഞാൻ പറഞ്ഞു ഇതാണ് അസുഖം. എന്ത് പറഞ്ഞാലും കരയും. ഇത് അതുകൊണ്ട് നല്ലെന്ന് ഇതും കരച്ചിൽ വരുന്ന പാട്ടല്ലയോ. നല്ല ത്രില്ലിംഗ് ഉള്ള പഞ്ചിങ് ഉള്ള അടിപൊളി ഒരു പാട്ട് പഠിക്കേ കരച്ചിലുണ്ടാകത്തില്ല. Rumba ho 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 come on everybody Samba ho 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 Rumba ho ho ho. ഞാൻ പറഞ്ഞില്ലേ എന്ത് പാട്ട് പാടിയാലും കരയും. എന്റെ പാട്ട് പാടിയാൽ അഴുത് അവിടുന്ന്. ആമാങ്കോ പാട്ട് പാടുമ്പോ സംഗതി ഒന്നും വരുന്നില്ല. ഒരു പ്രശ്നമില്ല. ഈ ഗുളി ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പാടി നോക്കി അടിപൊളിയായിരിക്കും. ഇതാ ചിരിച്ച് അടിച്ചു പൊളിച്ച് പാടത്തില്ലേ. അളുമാട്ടില്ലെങ്കിലേ കഴിച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. Hey hey come on come on everybody Rumba ho 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 come on Samba ho 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 come on everybody come on join me hey 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 Rumba ho 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 നിർത്താൻ 10 മണി കഴിഞ്ഞാൽ എല്ലാ എണ്ണോ സെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പോയി കിടക്ക്. ആഹാ അത് ശരി. പൊക്കോ. രംബാ മുടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ച് എന്നും കള്ളം കുടിച്ച് കയറി വന്നിട്ട് ഇടിയാ അറിയാവോ. 20 വർഷമായി തുടങ്ങിയിട്ട് 20 വർഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ. നല്ല തടിയും തന്നെ ഉള്ള ഒരുത്തരാ. എന്തെങ്കിലും പണിക്ക് പോകരുതോ നടക്കുക നടക്കുക അങ്ങ്. എന്താണ് നേരം വെളുക്കുന്നതിന് മുമ്പ് കിടന്ന് കിള്ളിയില്ലാന്ന് കിടന്ന് ചീവിടുന്ന പടം ഒറ്റ ഇടിയാനിട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്കിവിടെ ഉത്തരവാദിത്വം ഉണ്ടാകും. നീ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താടി ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നു. രാവിലെ ഞാൻ ഇടുന്ന ചെട്ടുമാണ് ഞാൻ പെടുന്ന കാപ്പി കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പുറത്തു പോയിട്ട് കൃത്യം 1 മണി 2 മണിക്കുള്ളിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. വൈകിട്ട് 10-11 മണി ഒന്നല്ലെങ്കിൽ ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ടോ? വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. ഉണ്ട്. പിന്നെന്തോന്നാണ് ഉത്തരവാദിത്വം ഇല്ലെന്നോ? എങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ? അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, തേയിലയില്ല, ഒരു വകയില്ല. അറിയാവോ? ഒന്നുമില്ലല്ല. പക്ഷെ ഇവിടെ ഞാനുണ്ടോ? എന്തോ ഉണ്ടോന്ന്? ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അതന്നെ കഥ. എന്തോ കഥ? ഞാൻ ഉള്ളത് തന്നെ കഥയാണ്. ഒരു കുടുംബജീവിതത്തില് ഇവിടെ എന്തുമാത്രം ബില്ലാ വന്ന് കിടക്കുന്ന അറിയാവോ നിങ്ങൾക്ക്? കറണ്ടിന്റെ ബില്ല് വന്ന്, ഗ്യാസിന്റെ ബില്ല് വന്ന്, എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന്. ഇതിലേതാ ആദ്യം അടയ്ക്കേണ്ടത്? ആദ്യം നിന്റെ വാടക. നിങ്ങളുടെ എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ബൾബ് മാറ്റി ട്യൂബിടണമെന്ന് ഞാൻ പറഞ്ഞോ? അതിനാണ് ബൾബ് മാറ്റി ട്യൂബിട്ടാ പ്രകാശം വരും. പ്രകാശം. അത് ശരി. അപ്പൊ പ്രകാശന് വരുത്തണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം. അവർക്ക് പ്രകാശനമായിട്ടിരുന്നു സൊള്ളാത്തുള്ള. എന്തുവാ മനുഷ്യായി പറയുന്നത്? പ്രകാശനം വേണം എന്ന് പറഞ്ഞാൽ ഏത് പ്രകാശനാ? ഏത് പ്രകാശനം? നിങ്ങൾക്ക് എന്താ രാവിലെ ആണെന്ന് ചെലക്കുന്നത് ചായ ഉണ്ടോ?
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോ വന്നിക്കളാക്കരുതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത കേട്ടില്ല. ഏറ്റില്ല. നമ്മൾ ആണുങ്ങൾ നമ്മൾ കൊടുക്കേണ്ട രീതി കൊടുക്കണം. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയും, ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും? ആയിരിക്കും സന്തോഷിച്ചിരിക്കുമെന്ന്. അപ്പൊ സന്തോഷം ഉണ്ട് അതിനകത്ത്. അവനായിട്ട് ചിരിക്കണ്ടിരിക്കണം. നിനക്ക് സന്തോഷമായിട്ട് ചിരിക്കണം, പ്രകാശനെ വരുത്തണം. ഇതൊക്കെയാണ് അവിടെ കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയത് അവർക്ക് അകത്ത് സുഖിച്ചില്ല. ഏട്ടാ ഞാൻ പറഞ്ഞേക്കാം, ഇത് കണ്ടോ, ഈ കാണിക്കുന്ന പണി കണ്ടോ? എലിന്ന് പറഞ്ഞാൽ പുലിന്ന് കേൾക്കും, എന്നിട്ട് തൊലിന്ന് എഴുതും. കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? വേണ്ട, വലിയ ആളാകുക എത്ര നാളെ തൊട്ട് സഹിക്കുകയെന്നറിയാവോ? അറിയാവോ, ഞാനും ഒരു പെണ്ണല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. 20 വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം. അറിയാവോ, ആണാന്നും പറഞ്ഞ് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. പെങ്ങന്മാരെ നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് കിണിച്ചാൽ പോരാ, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ, അറിയാവോ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വിളമ്പി വെച്ചേക്കുന്നു, എടുത്ത് പോയി തിന്നുണ്ട് എവിടാന്ന് വെച്ചാൽ പോകാൻ നോക്ക്. കിടക്കുന്നു. ഏണ്ണോ അണ്ണാ, അണ്ണാ അങ്ങോട്ട് എണ്ണീക്കണ്ണാ. എണ്ണോ, ചുമ്മാ പറ്റിക്കല്ലേ, പോയി എണ്ണീറ്റ് പോയി ചോറുണ്ണു. ചെല്ല എളുപ്പമാട്ടെ. ഏണ്ണോ, എനിക്ക് അണ്ടി ആഫീസിൽ പോകേണ്ടതാ, എളുപ്പം എണ്ണീറ്റ് പോയി വല്ലതും കഴിച്ചോണ്ട് പോ. അണ്ണാ, അണ്ണോ, അണ്ണാ, അയ്യോ അണ്ണാ, അണ്ണാ, അണ്ണാ. സരളേ, സരളേ, എന്റെ കരളേ, എന്താ നമുക്ക് ചരളി പോയി ഉരുളാം. ഒരുത്തം ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ ചരലി കിടന്ന് ഉരുളുന്നത്? അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഇതെന്നാ പറ്റി സരളേ? എടാ, 1ഉം 2ഉം പറഞ്ഞ് ഞാനൊരു അടി വെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേ. ഇത് പുള്ളിയുടെ നമ്പർ ആയിരിക്കും. പുള്ളി ഡെയിലി വെള്ളം പിടിച്ച് ഞാൻ കാണുന്നില്ലേ? ഇപ്പൊ തരാം. ഒരു പൈൻറ്റ് മേടിച്ചിട്ടാ വന്നിരിക്കുന്നേ. രാണോ, തമാശയാന്നേ. രാണോ, രാണോ, അങ്ങോട്ട് എണ്ണീക്കാൻ. രാണോ, 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 എനിക്ക് വയ്യ. നീ കരഞ്ഞു ഒച്ച ഉണ്ടാക്കാതെ, ആള് തട്ടിപ്പോയി. നീ ആ പാടെ പ്രശ്നം ഉണ്ടാക്കണം. നീ പോയി ചാക്കി എടുത്തിട്ട് വാ. ആള് തട്ടിയോ? അയ്യോ, എനിക്ക് വയ്യ. സരളെ, നീ കരഞ്ഞ് കുളവാക്കരുത്. നീ ഒരു ചാക്ക് എടുത്തിട്ട് നമുക്കൊരു അഡ്ജഷൻ ഉണ്ടാക്കാം. എങ്ങനെ? ഇത് ശവത്തെ എവിടെ കൊണ്ട് കളയാവടി. നീ ചാക്ക് എടുത്തിട്ട് വാ. ദൈവമേ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ? ശവം. അയ്യടാ, അങ്ങനെ ഷൈൻ ആവശ്യമില്ല. നീ ഇത്രയും പൗഡറൊക്കെ മതി കേട്ടോ. അയ്യോ, ഇതിനെ ഈ കോലത്തിലാക്കി വെച്ചോ. ചന്ദ്രനിൽ പോകാൻ കിടക്കുമല്ലടി. ആ ശവം മരിക്കുമ്പോ കെട്ടുന്നയാ, ആള് മരിക്കുമ്പോ കെട്ടുന്നയാ. ഒക്കെ എടുത്ത് കയറ്റി ഞാൻ പിടിച്ചോ. കസേര അവിടെ പോയി, അത് കൊണ്ടുപോകണ്ട. അത് ആവശ്യമുള്ള, ഇത് ആവശ്യമില്ലാത്തത്. അടിച്ചതാക്കി. എവിടെങ്കിലും കൊണ്ട് കള. എവിടെ നിക്കേ? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയും? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയുന്നേ? എനിക്കറിയാമേ. നീ എവിടെ കൊണ്ട് കളയാനാ പ്ലാൻ? എവിടെ കൊണ്ട് കളയാനാ? എവിടെങ്കിലും കൊണ്ട് കളയ. എനിക്ക് വയ്യ. റെയിൽവേ ട്രാക്ക് കൊണ്ട് കളഞ്ഞാലോ?
ആ കൊണ്ട് കളയുന്ന സന്ധ്യ ആയിട്ടെന്ന്. സന്ധ്യ ആകാനോ? സന്ധ്യ ആകുന്നേരം വരെ ഇതെങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാനാ? ഇത് ഭരണപ്പുറത്തകം കൊണ്ട് വെക്ക്. എനിക്ക് വയ്യ. തുരുമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ ചെമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? സരളേ, പാത്രങ്ങൾ ഐഡിയ. നമുക്ക് ആക്രിക്കാരന് ഈ സാധനം കൊടുത്താലോ? ഓയ് ഓയ് ആക്രി വാങ്ങി. പഴയ പാത്രങ്ങളൊക്കെ പാത്രം മാത്രമല്ല വേറെ ടി വി ഒക്കെ എടുക്കുവോ? ടി വി ഒക്കെ എടുക്കുവോ? പഴയ ടി വി എല്ലാം എടുക്കും. പഴയ ടി വി മിക്സി എല്ലാം എടുക്കും. ടി വി മിക്സി ആയത് ഇത് എടുത്തോ, ഇത് എടുത്തോ. നല്ല ടി വി. എങ്ങനെയുണ്ട്? നല്ല ടി വിയാ, ചെറുതാ. ചെറിയ ടി വി. ഇങ്ങനെ ഗ്രെയിൻസ് ഒക്കെ വരുമോ? ഇടക്കിടക്ക് ഗ്രെയിൻസ് ഒക്കെ വരും. നല്ല ക്ലാരിറ്റിയാ കേട്ടോ. നല്ല ക്ലാരിറ്റിയാ. അത് ശരി, ഞാൻ എടുത്തോളാം. പക്ഷേ കാണുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? ട്യൂൺ ചെയ്തെടുത്താ വല്ലപ്പോഴും ഒന്ന് കാണാം. അങ്ങനെ ഒരു ടി വിയാ. മിക്സി ഉണ്ട്. മിക്സി ഉണ്ട്? 2 മിക്സി ഉണ്ട്. ഇന്നത്തെ കോളായി. നല്ല സ്പീഡാ മിക്സിക്ക്. നല്ല സ്പീഡാണ്. ഏത് കമ്പനിയുടെ? സുമിത്ത്. സുമിത്ത് കമ്പനിയുടെ. നല്ല വില. ചെറിയ സ്പീഡ് കുറവൊക്കെയാ. സ്പീഡ് കുറവാണ്. അതെ അതെ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എത്ര രൂപ? എത്ര രൂപ വേണം? എത്ര രൂപ തന്നാലും കുഴപ്പമില്ല. ഈ സാധനം ഇവിടുന്ന് മാറ്റി തന്നാ മതി. എന്നാലും എത്ര രൂപ? ഒരു രൂപ നമ്മളൊന്ന് പറഞ്ഞൊരു കാര്യം ഉറപ്പിക്കണമല്ലോ. എത്ര രൂപ തരും? ഒരു 300 രൂപ. രണ്ടും കൂടെ 300 രൂപ. 300. 300 എങ്കിൽ 300. ഉറപ്പിച്ച്. ഇത് 300 200 അല്ലേ ഉള്ളൂ. പറഞ്ഞോളൂ, ഇത് 200 അല്ലേ ഉള്ളു. ബാക്കി 100 എന്തിയേ? അത് ഞാൻ പോകുന്ന വഴി വാങ്ങിക്കോളാം. എന്തിനും ഏതിനും ഡ്യൂപ്ലിക്കേറ്റുകളുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടേത്. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ബഹുമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നും സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നുള്ള വ്യാജ മേൽവിലാസത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനേകം വ്യാജ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ദണ്ഡി ഗോപാലകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. ഹലോ, രഘുപതി രാഘവ രാജാറാം. ഹലോ, രഘുപതി രാഘവ രാജാറാം സാറേ. രഘുപതി രാഘവ രാജാറാം സാറോ? ഞാൻ രഘുപതി രാഘവ രാജാറാം സാറല്ല, ഗോപാലകൃഷ്ണ പിള്ളയാണ്. അല്ല, സാറ് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ തികഞ്ഞ ഗാന്ധിയന്മാര് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം രഘുപതി രാഘവ രാജാറാം എന്നേ പറയാറുള്ളൂ. അപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ? പതീത പാവന സീതാറാം. കുട്ടി വിളിച്ച കാര്യം പറ. സാറിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ പിള്ള. ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. തെണ്ടി ഗോപാലകൃഷ്ണ പിള്ള? ആരുടെ? ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള അല്ല, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത്. നീ വിളിച്ച കാര്യം പറയണേ. അതെ, എന്റെ പേര് രമണി. ആരുടെ മണി? ആരുടെ മണിയല്ല, രമണി. സാറിന് മോനില്ലേ? എനിക്കൊരു മോനല്ല, എനിക്ക് 2 ആൺമക്കളാ. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഉണ്ടായതും മറ്റത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതും. എന്നാ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതായിരിക്കും. കണ്ട ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇളയവനാ കുമാരൻ ഗാന്ധി. കാര്യം പറ കൊച്ചേ. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എന്നോട് അനാവശ്യം പറഞ്ഞു. എന്നാ അനാവശ്യം? എന്റെ കൂടെ ഊട്ടിയിൽ വരുമോ, ഊട്ടിയിൽ വന്ന 2 കാഞ്ചീപുരം സാരി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. തെണ്ടി. എന്റെ ലാലാല ജപത്രോയി, ഞാനല്ല ഈ കേൾക്കണേ. തികഞ്ഞ ഗാന്ധിയനായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഇളയ മകൻ ഒരു പെൺകുട്ടിയോട് അനാവശ്യം പറഞ്ഞെന്നോ? ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ. കൊച്ചിന് ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും, വേറെ വല്ല ഇറക്കണമൊക്കെ ആയിരിക്കും. എനിക്ക് ആള് മാറിയതൊന്നും അല്ല, നിങ്ങളുടെ മകൻ തന്നെയാ. ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ. എന്നാ പേരെന്ന് പറഞ്ഞേ? രമണി. രമണി ഫോൺ വെച്ചോ കേട്ടോ. പതീത പാവന സീതാറാം. എടാ കുമാരൻ ഗാന്ധി, രഘുപതി രാഘവ രാജാറാം. അച്ഛാ, പതീത പാവന സീതാറാം. എന്താണ് അച്ഛാ ശബ്ദത്തിനൊരു കനപ്പ്? ഞാൻ നിന്നെ കുറിച്ച് മോശമായ ഒരു കംപ്ലൈന്റ് അറിഞ്ഞു. എന്താണ് എന്നെ കുറിച്ച് അച്ഛനറിഞ്ഞ കംപ്ലൈന്റ്? കംപ്ലൈന്റ്? നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ, സാരി വാങ്ങി കൊടുത്തെന്നോ? മോനെ, അച്ഛൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോടാ? അച്ഛനോട് ആരാണ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞത്? ഒരു പെൺകുട്ടിയാണ്, പേര് രമണി.
ഇപ്പൊ സംഭവം മനസ്സിലായി. അപ്പൊ അച്ഛൻ അറിഞ്ഞ സംഭവം സത്യമാണല്ലേ? എന്റെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേ. കൂട്ടുകാരനാണോടാ രമണി എന്ന് പേര്? രമണിയല്ല, രമണൻ. അവനാണ് എന്റെ കൂട്ടുകാരൻ. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അച്ഛാ. മോനെ, എന്തോ അച്ഛനെ കുറിച്ച് മോൻ അറിയാവല്ലോ. ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ. എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം. അല്ലാതെ നീ അലവലാതിയായി പോകരുത്. ഇല്ല അച്ഛാ. അതൊക്കെ പോട്ടെ. പോട്ടെ. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ചുള്ള ബുക്കുകളൊക്കെ മോൻ വായിക്കാറുണ്ടോ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള സേനാനികളെ കുറിച്ചുള്ള എല്ലാം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കുറച്ച് ചോദ്യം കുമാരനോട് ഞാൻ ചോദിക്കാം. അച്ഛൻ ചോദിക്കച്ചാ. ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത്? ഗാന്ധിജി 14-ാം വയസ്സിൽ പെണ്ണ് കെട്ടി 15-ാം വയസ്സിൽ കൊച്ചണ്ടായി. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എടാ ദാദാബായി നവറോജി. അതാരാണ് അച്ഛാ നരഭോജി? നരഭോജിയോ? എന്താ പമ്പര വിട്ടി തികഞ്ഞ ഗാന്ധിയനായ എന്റെ മക്കളാണെന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് കാണാമില്ലേ? ഇല്ല. സ്വാതന്ത്ര്യ സമര സേനാനികളായ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല. അയ്യോ. അതുകൊണ്ട് എന്റെ സ്വത്തുവകകളായ ഏലപ്പാറയിലെ മഹാത്മാ എസ്റ്റേറ്റും കുമ്പളങ്ങിലെ കിറ്റിന്റെ തെങ്ങിൻതോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്പനിയും ഞാൻ നിനക്ക് തരികയില്ല. അതെന്റെ മൂത്തവൻ ജയൻ ഗാന്ധിക്ക് എഴുതി വെക്കൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ തന്നെ മരിക്കും. എന്നടാ നീ ഉദ്ദേശിച്ചത്? അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ വെടി വെച്ചു. എന്റെ ഭാരതമാതാ, എന്റെ ഈ കുമാരൻ ഗാന്ധി എന്താ ഇങ്ങനെ പിഴയം തല്ലിപ്പോയത്? കുമാരൻ ഗാന്ധി സേട്ടാ. എന്റെ പൊന്നോ കാമാക്ഷി, നീ എന്താണ് ഇവിടെ? ഞാൻ എവിടെയൊക്കെ സേട്ടനെ തിരക്കി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ പോ. അതെ സേട്ടാ, സേട്ടനെ കണ്ട അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും നീ ഇപ്പൊ പോ. അകത്ത് അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞാൽ പ്രശ്നമൊക്കെ പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോകൂല സേട്ടാ. വന്ന കാര്യം പറഞ്ഞിട്ടേ പോകൂ. എടീ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. സേട്ടാ, ഇന്നലെ രാത്രി സേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ? അയ്യോ. സേട്ടന് ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ? ഓ, തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി. അച്ഛനകത്തുണ്ട്. അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത്. പറഞ്ഞു നാറ്റിക്കരുത്. നീ പോ. സേട്ടാ, ഇന്നലെ രാത്രി സേട്ടൻ എന്റെ മനസ്സും ശരീരവും കവർന്നില്ലേ? കവർന്നതിന് ഞാൻ എന്തെങ്കിലും കവറി വെച്ച് തരാം. നീ പോ. സേട്ടാ, കാശ് ചോദിക്കാനൊന്നും അല്ല സേട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ സേട്ടനോടൊരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? സേട്ടാ, ഞാൻ കുടക് വംശത്തിൽ പിറന്ന പെണ്ണാ. ആണോ? ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയ പിന്നെ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോ ഒരു കുടക് മന്ത്രം ചൊല്ലണം. കടുക് മന്ത്രം? കുടക് മന്ത്രം. അപ്പൊ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണ് ചൊല്ലും. അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്നാ ഞങ്ങളുടെ കുടക് വംശത്തിന്റെ വിശ്വാസം. അതെ, നിന്ന് നേരം കളയേണ്ട, വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോ. സേട്ടാ, പുരുഷൻ ചൊല്ലണം ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. ബസ്സിലപ്പടി ഉമ്മാ ഉമ്മായ? അയ്യോ സേട്ടാ, ബസ്സിലപ്പടി ഉമ്മ ഉമ്മന്നല്ല, ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. കാമാക്ഷി, എന്നതാണ് ഇതിന്റെ അർത്ഥം? എന്ന് വെച്ചാ തന്ന സേവനത്തിന് നന്ദി. കൊള്ളാം. അപ്പൊ പെണ്ണെന്താ തിരിച്ചു പറയണ്ടെന്നറിയോ? ഒന്ന് പോടാ പന്നിയെന്നാണോ? അല്ല, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. എന്ന് വെച്ചാ എന്താണ്? മച്ചാൻ ഇനിയും സ്വാഗതം. കൊള്ളാം. അപ്പൊ ഇനി നേരെ കളയണ്ട, നമുക്ക് മന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മൾ കണ്ടു. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. അയ്യോ കാമാക്ഷി, ദേ ചേട്ടൻ ജയങ്കാന്തി വരുന്നു. വേഗം വിട്ടോ. അയ്യോ. ഞാൻ എത്തി. 10 ബ്രിട്ടീഷുകാരെ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാമായിരുന്നു. തേടിയ പെണ്ണ് കാലിച്ചിട്ടില്ലോ. എന്താടി നിന്റെ പേര്? കാമാക്ഷി. കാമാക്ഷി അത് കൊള്ളില്ല. ഞാൻ നിന്നെ സീമകാന്തി എന്നോ ശീലകാന്തി എന്നോ മാത്രമേ വിളിക്കൂ. എന്റെ സീമകാന്തി. എന്ത് ജയൻകാന്തി സേട്ടാ? എന്ത് അത്ഭുതം! എന്റെ ഒറ്റ ഡയലോഗിൽ തന്നെ ഇവൾ വീണല്ലോ. എന്റെ സീമകാന്തി, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പുണരണം. കെട്ടിപ്പുണരാം, പക്ഷേ അതിനു മുമ്പ് ഒരു കുടക മന്ത്രം സേട്ടൻ പഠിക്കണം. നിന്നെ കെട്ടിപ്പുണരാൻ ഏത് വിടക്ക് മന്ത്രം വേണമെങ്കിലും ഞാൻ പഠിക്കാം. പറയടി, ഏതാണ് മന്ത്രം? ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ പുരുഷന് അവളുടെ സർവവും സമർപ്പിച്ച പിന്നെ അവര് തമ്മിൽ കാണുമ്പോ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. വേഗം പറയന്റെ മോളെ. സേട്ടൻ പറയണം,
ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അപ്പൊ ഞാൻ പറയും ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ഇത്രയുള്ളൂ, വെരി സിമ്പിൾ. ഞാൻ ആ മന്ത്രം എന്നേ പഠിച്ചു കഴിഞ്ഞു. ഡെസ്കിലടിക്കടി ഗുമ്മാ ഗുമ്മാ. ചേട്ടാ, ഡെസ്കിലടിക്കടി അല്ല, പിന്നെ ബസ്കിലക്കിടി. സോറി കുട്ടി, എനിക്കൊരു അക്കടി പറ്റിയതാണ്. ശരി ശരി, ബെസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. വരൂ ചേട്ടാ, നമുക്ക് സർവസ്വം പങ്കുവയ്ക്കാം. അത് ശരി, കൊള്ളാലടി കാമാക്ഷി, നിനക്ക് ഇത് തന്നെ പരിപാടി. നീ എന്നെ മയക്കിയെടുത്ത് ഇപ്പൊ എന്റെ ചേട്ടനെ മയക്കുന്നോ? നിന്റെ ഒരു ഒടുക്കാത്ത ഒരു ബെസ്കിലക്കടി ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. ഓഹോ, ഇവൾ നീയുമായിട്ടും ബെസ്കിലക്കടി നടത്തിയല്ലേ? ഛേ 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 ഛേ. എന്നിട്ടാണോടി എന്റെ അടുത്തേക്ക് വന്നത്? ഒരു ഗ്രൂപ്പ് ബെസ്കിലക്കടിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല. ഇറങ്ങി പോടി. അതെ, അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കാമാക്ഷി നിന്നെയൊക്കെ നാറ്റിച്ചിട്ട് ഈ വീട് വിട്ടു പോവൂ. പ്ലീസ് നാറ്റിക്കരുതേ. ഒരു പെണ്ണ് വിചാരിച്ചാലുണ്ടല്ലോ, നിന്റെയൊക്കെ ഒരു കപട ഗാന്ധി പരിപാടി. എന്റെ പൊന്ന് കാമാക്ഷി, അച്ഛൻ കേക്കും. ദയവ് ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോ. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. ഇതാരാ ഉമ്മറത്ത് കിടന്ന് വേളം വെക്കണേ? അയ്യോ അച്ഛൻ, ഓടിക്കോ. അത് ശരി, തികഞ്ഞ ഗാന്ധിയനായ എന്റെ വീട്ടിലൊരു പെണ്ണോ? ആരാടി നീ? കൈമാറ്റടി. എന്റെ അമ്മോ, ഗോപാലകൃഷ്ണൻ സാറോ? കാമാക്ഷി, ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അച്ഛോ, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ये इश्क
എടുക്കുന്ന ഇന്റർവ്യൂ നടക്കുന്ന അറിയാമല്ലോ. എടാ ഓരോരുത്തരെ ക്യൂബായിട്ട് കടത്തിവിട്. ശരി 1 2 3 4 ആയിട്ട് ഓക്കെ വിളിച്ചു. എന്റെ ദൈവമേ. വരുന്നുണ്ടല്ലോ. ഇതെന്താ പാടേ? അല്ല, ഇവിടെ ഗായകന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈ പത്രദ്വാരം അറിഞ്ഞു. പത്രദ്വാരം? അതെ അതെ. എനിക്ക് രണ്ടിതായിരിക്കും. അതെ അതെ. അരമാർക്ക് ഇപ്പോഴേ നിനക്ക് തന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിന് അമ്മച്ച പറഞ്ഞപ്പോ സംഗതി ഇല്ലാതെ പാടാമെന്ന് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തുവാ? 10 കിലോ സംഗതിയാ. സംഗതികളാണ്. സ്വാമിയേ, എന്താ പടേ കാണിച്ചത്? തേങ്ങ ഉടച്ചത്. അപ്പൊ ശബരിമല ഭക്തനാണല്ലയോ? ഒരു കാര്യത്തിന് വരുമ്പം തേങ്ങ ഉടച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാമല്ലോ എന്ന് അപ്പൊ വിചാരിച്ചു. ഭയങ്കര വിശ്വാസിയാണല്ലയോ? അതെ അതെ. അപ്പൊ മോൻ ശബരിമലയ്ക്ക് പോകാറുണ്ടല്ലോ? പിന്നെ എന്തിനാ ശബരിമലയ്ക്ക് പോകുന്നത്? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും. മോശം കിട്ടിയാൽ ഓക്കം നിർത്തും. അങ്ങനെയാണല്ലേ? ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ അതെ. അപ്പൊ മകന്റെ പേരെന്തുമാണ്? എന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേരോ? തങ്കപ്പി. അച്ഛന്റെ പേരോ? അപ്പി. അയ്യേ, എന്റെ ദൈവമേ, കൊച്ചാപ്പിന്ന്. കൊച്ചാപ്പിന്ന്. അതെ. അപ്പൊ കൊച്ചാപ്പി വിവാഹിതനാണോ? വിവാഹിതനാണോ? എന്റെ അമ്മോനെ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഞാൻ. അല്ല, കൊച്ചാപ്പി വിവാഹിതനാണോ എന്ന്? അല്ല. പിന്നെ കുട്ടികൾ? 2. അപ്പൊ നീ ആരെ വിവാഹം കഴിക്കുന്നത്? ഒരു പെണ്ണിനെ. ഇവിടെ പെണ്ണല്ലേ, പിന്നെ ആണിനെ വിവാഹം കഴിക്കൂടെ? പിന്നെ ആണിനെ വിവാഹം കഴിക്കത്തില്ലയോ? ആര്? എന്റെ പെങ്ങളൊരു ആണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അയ്യോ, ഭയങ്കര കുട്ടിയാണല്ലോ. അതെ അതെ. ഓക്കെ, താങ്ക് യു. Dead body. Don't worry. I worry. We are worry. Something worries. Not only but also filling the suitable words. Bloody youth festival. അയ്യോ, മകൻ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഗായകനെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ. ഒരു നല്ലൊരു കീർത്തനം അങ്ങോട്ട് ആലപിച്ചേ. എന്താടാ? എന്നെ അങ്ങനെ പരീക്ഷിക്കുകയും ചെയ്യരുത്. ആണോ? ഞാൻ എത്രയോ സ്റ്റാർ സിംഗറിലൊക്കെ പോയി പ്രൈസ് മേടിച്ചിട്ടുള്ള ആളാണെന്നറിയാം. ഒരുപാട് പ്രൈസ് മേടിച്ചിട്ടുണ്ടോ? മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, മാമലൈ ശബരിമലൈ മണികണ്ഠൻ സന്നിധാനം, വടരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം, സന്നിധാനം അയ്യപ്പൻ സന്നിധാനം. മോനെ അപ്പി, എന്തോ? സന്നിധാനം അയ്യപ്പൻ സന്നിധാനം. അത് പാടിയപ്പോഴേ നീ ഷഡ്ജ് അങ്ങോട്ട് ഇട്ടില്ല. നീ ഷഡ്ജ് കിട്ടില്ല മോനെ അത് പാടിയപ്പം. എന്റെ പൊന്നു സാറേ, ഞാൻ ഇന്നുവരെ ഷഡ്ജിടാതെ പാടാൻ പോയിട്ടില്ല. കുഞ്ഞ് സന്നിധാനം അയ്യപ്പൻ സന്നിധാനം അത് പാടിയപ്പോ ഷഡ്ജ് വിട്ടില്ല കുഞ്ഞ്. എന്റെ അമ്മച്ചാണ് ഇട്ടാണ് സാറേ. എന്റെ പൊന്നു കുഞ്ഞ്, നീ ഷഡ്ജ് വിട്ടില്ല. രാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞാൻ ഇന്ന് വരെ ഷഡ്ജ് ഇടാതെ പാടാൻ പോയിട്ടില്ലെന്ന്. എന്റെ പൊന്നു, നീ ഷഡ്ജ് വിട്ടില്ലെന്ന്. ഒരു കാര്യം ചെയ്യും, സാറിന് നിർബന്ധമാണെങ്കിൽ 2 ഷഡ്ജ് ഇട്ടുകൊണ്ട് പാടാൻ വരാം. വേണം പറഞ്ഞാൽ അരക്ക് തേച്ച് വെട്ടിലും വെച്ചേക്കാം. ബുദ്ധിയുണ്ട് കേട്ടോ. അപ്പൊ നീ ഇന്റർവ്യൂ പോലെ കിടക്കുന്നതിന് മുമ്പായി നിന്റെ ബുദ്ധി ഞങ്ങൾ പരിശോധിക്കും. സാറിനില്ലാത്തത്. അതെ, അങ്ങനെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്ര പ്രാധാന്യമായ ഒരു ചോദ്യമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ചോദ്യം. അതെ. 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 ഏത് മാസമായിരുന്നു? 1947 ആഗസ്റ്റ് 15 എനിക്കറിയാം. ഡിസംബർ 15 തീയതി. ജനുവരി 7 തീയതി. ജനുവരി സാർ പുതിയ മാസമൊക്കെ കണ്ടുപിടിച്ചു. കഴിഞ്ഞ മാസം കണ്ടുപിടിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കല്ല് നാം വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നു, എന്തുകൊണ്ട്? സയൻസ് അല്ലയോ? അതെ, സയൻസ്. എനിക്കറിയാം. ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ടാൽ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ട്? നീന്തൽ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു പോകത്തില്ലേ? അടിപൊളി. അടുത്തായിട്ട് പോയിക്കോട്ടെ. പകൽക്കാലങ്ങളിൽ ചന്ദ്രനെ കാണുന്നില്ല, എന്തുകൊണ്ട്? ചന്ദ്രൻ പണിക്ക് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ കണ്ടതാണ്. പകൽ സമയത്ത് പുള്ളിയെ കാണാറില്ല. എന്റെ അമ്മച്ചാനും കാണാറില്ല. ചന്ദ്രന്റെ കാര്യമല്ലേ ചോദിച്ചത്? ഇത് നമ്മുടെ ആകാശത്ത് കാണുന്ന ചന്ദ്രൻ. സാർ നേരത്തെ പറയണ്ടായോ? തെറ്റിദ്ധരിച്ചു പോയി. അടുത്ത ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ആരായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാതയായിരുന്നു. സമ്മതിച്ചു വന്നിരിക്കുന്നത്. ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ സാർ. നിനക്ക് ചരിത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതെ അതെ. അപ്പൊ ചരിത്രപരമായിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ചോദിക്കും സാർ. ഷാജഹാൻ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷാജഹാൻ ചക്രവർത്തിയോ? ചക്രവർത്തി അല്ല, ഷാജഹാൻ ചക്രവർത്തി. ഓ, ചക്രവർത്തി. ഈ ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മരിച്ചപ്പോൾ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ കെട്ടി. നീ നിന്റെ ഭാര്യ മരിച്ചാൽ നിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി എന്ത് കെട്ടും? അനിയത്തിയെ കെട്ടും. അല്ല, ആരെങ്കിലും ആളെ കെട്ടിയാ പോലെ. അതങ്ങ് വിട്ടേര്. അതും വിട്ടേക്കാം. നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. വാക്യത്തിൽ പ്രയോഗിക്കാം. നിന്റെ പൊന്നു സാർ, ഒരു ഗായകനെ തിരഞ്ഞെടുക്കുന്നതിന് ഇതൊക്കെ എന്തിനാണെന്ന്? എല്ലാ കഴിവുകളും വേണമല്ലോ. ചോദിക്കും. അതായത് ഞാനൊരു വാക്ക് പറയും, അത് ഉപയോഗിച്ച് നീ ഒരു വാക്യം ഉണ്ടാക്കി പറയണം. സാർ ഒരു വാക്ക് പറയും, അത് ഉപയോഗിച്ചൊരു വാക്ക് ഉണ്ടാക്കി പറയണം. എന്റെ വാക്ക് ഇതാണ്, കാട്ടാന. അതെ. എന്റെ പൊന്നു സാറേ, 5-6 പേര് ഒരുമിച്ച് ചേർന്ന് ഒരു ജംഗ്ഷനിൽ വെച്ച് എന്നെ കൊല്ലാൻ വന്നാലേ ഞാൻ എന്നാ കാട്ടാന? ശരിയാണല്ലോ. അടുത്തേക്ക് കിടക്കാം. ഇനി അടുത്ത വാക്ക് ഇനിമേൽ. കയ്യും കാലും കഴുകിയ ഞാൻ ഇനി മേൽ കഴുകാമെന്ന് തീരുമാനിച്ചു.
സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. കറക്റ്റ് ആയില്ലയോ? അതെ, ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. തെറ്റില്ലെങ്കിലോ? തിരുത്തണ്ട. എന്നാ പിന്നെ തെറ്റില്ലാത്തോക്ക് പറഞ്ഞ പോലെ. അതല്ല, ഞാൻ ഒരു വാക്ക് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ചോദിക്ക സാർ. ഞാൻ സാറ് ഒരു കഴുതയാണ്. അതിലൊരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ല. തെറ്റില്ലേ? അല്ല, തെറ്റുണ്ട്. 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 സാർ ഒരു കഴുതയല്ലേ? മരക്കഴുതിയാ. അതും വിട്ടേര്. അപ്പൊ നീ ഇവിടെ ഗായകനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അതെ, അതെ. അപ്പൊ നീ ഏതൊക്കെ ഗായകരുടെ ശബ്ദത്തിൽ പാടും? ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗായകരുടെ ശബ്ദത്തിൽ പാടാം സാർ. എല്ലാവരും ശബ്ദത്തിൽ പാടുവോ? പാടി എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പല്ലയോ? അങ്ങോട്ടൊരു കാര്യം ചെയ്യ്. നീ നാടക ഗായികണ്ടല്ലോ, KPSC സുലോചന. KPSC സുലോചന ശൈലിയിൽ ഒരു ഗാനം അങ്ങോട്ട് ആലപിക്കുക. പാടി എന്നെ ഗായകനായിട്ട് എടുക്കണം. ഉറപ്പ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കുമ്പനന് പുറത്ത്, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തോണ്ട. കുമ്പിളി വെള്ളമുണ്ട്. എടാ, എല്ലാരും കേൾക്കുന്ന നയനമനോഹരമായ ഒരു പാട്ടും കൊണ്ട് പാടൂ. ഒരു KS ജോർജ്. KS ജോർജിന്റെ നാടകഗായകൻ KS ജോർജിന്റെ ശൈലി കൊണ്ട് പാടുക. പാടി എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പ്. 1 2 3 4 3 4 5 6 5 6 7 8 9 10 സാറ് 9 10. ഒന്നങ്ങ് മുരടിച്ചു, 2 മങ്ങ് മുരടിച്ചു, 3 മാത്രം. അത് പാടി ഞാൻ നാട്ടുകാർ മൊത്തം മുരടിച്ചു പോകും. പാടരുത്. പിന്നെ എല്ലാരും കേൾക്കുന്ന നയന മനോഹരമായ ഒരു പാട്ടും കൂടി പാടൂ. അങ്ങനെ നമ്മുടെ അനിൽ പരച്ചുരാനുണ്ടല്ലോ. അനിൽ പരച്ചുരാൻ അറബിക്കത്തെ സിനിമയിൽ പാടിയ അനിൽ പരച്ചുരാന്റെ ശബ്ദത്തിൽ പാടി എന്നെ ഗായകനായിട്ട് എടുക്കുമല്ലോ. ഉറപ്പ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 100 പൂക്കളായി പൊലിക്കവേ, ഓർക്ക നാം സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ. അടിപൊളി, അടിപൊളി. ഇനി അത് ഗായകരുടെ ശബ്ദത്തിൽ പാടും. ഞാനൊരു ഏം രാജയുടെ പാട്ട് പാടിയാലോ? ഏം രാജയുടെ പാട്ട് പാടി എന്നെ ഗായകനായിട്ട് എടുക്കണം. കുളിരി കോരുന്ന പാട്ട് അയക്കണം. ഓക്കെ ആണല്ലോ. പെരിയാറേ പെരിയാറേ പർവ്വതേ നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ്. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞകറ്റി, ആ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞകറ്റി, ഇറങ്ങിപ്പോടാ. പോകാനൊരുങ്ങുകയാണല്ലോ ഞാൻ, പോകാനൊരുങ്ങുകയാണല്ലോ. ഈ പോകാൻ ഒരുങ്ങണ്ട. ഇറങ്ങിപ്പോടാ, 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 ഇറങ്ങിപ്പോടാ. സാറിനെ തല്ലിയല്ലേ? എടാ, നിന്നെ പോലുള്ള തല്ല് വല്ല തല്ലി കൊല്ലുവിടാ ഞാൻ. സാറിനെ തല്ലിയല്ലേ? തല്ലുവിടാ. ഇതിന് ഞാൻ പ്രതികാരം ചോദിക്കും. എന്ത് പ്രതികാരം? പ്രതികാരോ? ഞാൻ എന്റെ ചേട്ടനെ വിളിക്കാൻ പോവാ. നിന്റെ ചേട്ടൻ ആരാണ് അവിടുത്തെ? എന്റെ ചേട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഉണ്ടയാ. എന്തോ ചേട്ടനെ വിളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ചേട്ടനെ വിളിക്കരുത്. ചേട്ടാ വിളിക്കരുത്. ചേട്ടാ, ഇവരെന്നെ തല്ലി ചേട്ടാ. ചേട്ടൻ വന്ന് പ്രതികാരം ചോദിക്കും. എവിടെ ചേട്ടൻ? വിളിക്കരുത്. ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ ചേട്ടാ, ഇവരെന്നെ തല്ലി ചേട്ടാ. ചേട്ടൻ പ്രതികാരം ചോദിക്കും. അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ഒന്നുകളേട്ടാ. വടിവാളെടുക്കരുത്, വടിവാളെടുക്കരുത്. അയ്യേ. ചേട്ടാ, പ്രതികാരം ചോദിക്കേട്ടാ. അറിഞ്ഞില്ല, അറിയാതല്ലിതാ, ചോദിക്കേട്ടാ. അറിയാതല്ലിതാ. നീ എന്റെ അരിയനെ തല്ലി അല്ലേടാ? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ.
एक मैं और एक तू है, और हवा में जादू है, आरज़ू बेकाबू है, समझो सारे बात बाकी, वक्त का क्या भरोसा, बन के पानी बह जाए, कल अगर ना मिल पाए, रह न जाए बात बाकी. One time. When you got it 2 times. इश्क तो गले से लगा ले. മാന്യ പ്രേക്ഷകർക്ക് പ്രതികാരം പരിപാടിയിലേക്ക് സ്വാഗതം. വായനക്കാർ നിരവധി കത്തുകൾ ഈ പരിപാടിയെ കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കും. ആദ്യത്തെ കത്ത് ജന്തുസ്ഥാനിൽ നിന്നും ഇന്ദു ബിന്ദു ജന്തു ഗിന്ദു ഗിന്ദു എന്നിവരുടെ കത്താണ്. എന്താണ് ജന്തുസ്ഥാനിൽ നിന്നുള്ളവരുടെ ചോദ്യം? കഴിഞ്ഞ വെള്ളിയാഴ്ച സംപ്രേക്ഷണം ചെയ്ത മലയാള സിനിമ 10 പ്രാവശ്യമായിട്ടാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് സിനിമ 10 പ്രാവശ്യമായിട്ട് കാണിച്ചത്? അങ്ങനെ കാണിച്ചത് കൊണ്ട് അതിന്റെ കഥാസാരം മനസ്സിലായില്ല എന്നവരാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത മലയാള ചലച്ചിത്രം ഞങ്ങൾ 10 പ്രാവശ്യമായിട്ടാണ് പ്രക്ഷേപണം ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ചിത്രം നിർമ്മിച്ചത് ഒരു ഇൻസ്റ്റാൾമെൻറ്റുകാരനായിരുന്നു. അതുകൊണ്ടാണ് 10 പ്രാവശ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തത്. അടുത്ത ആഴ്ചത്തെ ചിത്രം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാം. അത് ചിത്രം നിർമ്മിച്ചത് ഒരു ഹോൾസെയിലുകാരനാണ്. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് കാവാലത്ത് നിന്നും രാജൻ, കൃഷ്ണൻ, പ്രകാശൻ, രഘു, ജനാർദ്ദനൻ എന്നിവരുടെ കത്താണ്. എന്താണ് കാവാലത്ത് നിന്നും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ? കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിക്കുന്നതിനിടയില് ഡ്രംസ് കൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടു. അത് ഡ്രംസിന്റെ ശബ്ദം കേൾപ്പിച്ചതാണോ അതോ അറിയാതെ കയറി വന്നതാണോ എന്നാണ് അവര് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് നമ്മൾ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത്? കഴിഞ്ഞ വെള്ളിയാഴ്ച. മാന്യ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഉചിതമായൊരു ചോദ്യമാണ്, വളരെ സത്യസന്ധമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾ ഡ്രംസ് കൊട്ടുന്ന ശബ്ദം കേൾപ്പിച്ചതല്ല. അന്ന് ആദ്യമായി വാർത്ത വായിച്ച അന്നാമ്മയുടെ ചങ്കിടിച്ച ശബ്ദമാണ് കേട്ടത്.
ഇനി അന്നമ്മയോട് പതുക്കെ ചങ്കടിപ്പിക്കാൻ പറയാം. അടുത്ത കത്ത് വായിക്കൂ. അടുത്ത കത്ത് OPRM ഫുൾ 1 സൽസ പൈന്റ് 2 മുട്ട ബുൾസൈ 4 ഓംലെറ്റ് 2. ഇതൊക്കെ എടുത്ത് വായിക്കാൻ പറഞ്ഞ എന്താ അടുത്ത കത്ത് വായിക്കൂ. അടുത്ത കത്ത് ഒരു അഭിനന്ദന കത്താണ്. അഭിനന്ദന കത്താണോ? അതെ, വായിക്കൂ. കുന്നേൽ നിന്നും സോജ, അച്ചു, സൗമ്യ, ലഖ, പൊന്നു എന്നിവരുടെ കത്താണ്. എന്താണ് ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ? കഴിഞ്ഞ ഞായറാഴ്ച സംപ്രക്ഷേപണം ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപാടി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്തു. അതെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപാടി വളരെ 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 നന്നായിരിക്കുന്നു എന്നാണ് അവരെഴുതി അറിയിച്ചിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർ അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ ഞായറാഴ്ച എന്നാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്തത്? കഴിഞ്ഞ ഞായറാഴ്ച. എത്ര മണിക്ക്? രാത്രി 7 മണിക്ക്. മാന്യ പ്രേക്ഷകൻ ക്ഷമിക്കണം, അന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല പ്രക്ഷേപണം ചെയ്തത്. ചലച്ചിത്ര താരം ബാബു ആന്റണിയുടെ ആത്മകഥ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണ്. തെറ്റിദ്ധരിച്ചതിൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കൂ. എന്താ വരുന്നേ? എന്താ ആരണ്ട് വരുന്നു കേട്ടോ. എന്തുവാ ഇതൊക്കെ കുറച്ച് മര്യാദ വേണ്ടേ? മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം, പരിപാടിക്കിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് മുള്ളംകുഴിയിൽ നിന്നും ഭാസ്കരൻ, നിഷ്കരൻ, തഷ്കരൻ, പുഷ്കരൻ, കുഷ്കരൻ, കഷ്കരൻ എന്നിവരുടെ കത്താണ്. എന്താണ് മുള്ളംകുഴിയിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ? കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് സംപ്രക്ഷേപണം ചെയ്ത ഗുസ്തി മത്സരം വളരെ നന്നായിരുന്നു എന്നാണ് അവരെഴുതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എന്നാണ്? കഴിഞ്ഞ വ്യാഴാഴ്ച. അതെ, അവരുടെ സംശയം ഇതാണ്, ആ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തത് ഏത് ടീമാണ്, ഏതൊക്കെ സ്ഥലക്കാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് വളരെ സത്യസന്ധവും ഉചിതമായ ചോദ്യമാണ്. ഞങ്ങൾ വ്യാഴാഴ്ച എന്നാണ്, എത്ര മണിക്കാണ്? രാവിലെ 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് പ്രക്ഷേപണം ചെയ്തത് ഗുസ്തി മത്സരം അല്ലായിരുന്നു, നിയമസഭാ സമ്മേളനം അറിയാതെ പ്രക്ഷേപണം ചെയ്തു പോയത്. മാന്യ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചാൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് പിന്നെ അട്ടപ്പാടിയിൽ നിന്നും കുറച്ച് പോലീസുകാരുടെ കത്താണ്. അട്ടപ്പാടിയിലെ പോലീസുകാർക്കും സംശയങ്ങൾ? അതെ, അവർ ചോദിച്ചിരിക്കുന്നത് ദിവസവും രാത്രി സംപ്രേഷണം ചെയ്യുന്നത് 10 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന കഥകളി പദം രാവിലെ 10 മണി മുതൽ ആക്കിയാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാന്യ പോലീസുകാർക്ക് വേണ്ടി ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അവരിപ്പോ ചോദിച്ചിരിക്കുന്നത് ഇത് രാവിലെ 10 മണി ആക്കിയാലേ ഇതിന്റെ താളത്തിനൊത്തം പ്രതികളെ അവർക്ക് തല്ലാമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മാന്യ പോലീസുകാരുടെ ആവശ്യം കാണിച്ച് ഞങ്ങളത് പരിഗണിച്ച് കഥകളി പദം കൃത്യം 10 മണിക്ക് തന്നെ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് ആരുടെയാണ് ഈ വൃത്തിയായിട്ട കൈ? ഒരു കുന്തം പോലും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഒന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കട്ടെ, ഇങ്ങനെയുണ്ടോ മോശം കൈ? അടുത്ത കത്ത്, എടി വൃത്തികെട്ടവളെ, നീ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? പടിഞ്ഞാറേതിലെ മാതിരിയുടെ ചുരിദാർ കൊടുത്തു, വടക്കേതിലെ ശാന്തനാണെങ്കിൽ വിറകിന്റെ കാശ് ചോദിച്ച് ഡെയിലി വീട്ടിൽ വരും. പടിഞ്ഞാറക്കടയിലെ കാർത്തികന്റെ പറ്റ് കാശ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ദിവസവും പരാതി പറയും. പാണ്ടിക്കാരുടെ ശല്യം കാരണം കട്ടിലിനടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഷൂട്ടിംഗ് നിർത്തി വീട്ടിലോട്ട് വന്നാണമെന്ന് നിന്റെ അച്ഛൻ. കത്തൊക്കെ വായിക്കുന്നത് ഇതൊക്കെ ഇങ്ങോട്ട് അയച്ചാൽ പിന്നെ വായിക്കാതിരിക്കാൻ ഒക്കുവോ? അടുത്ത കത്ത് വായിക്കട്ടെ. വായിക്കൂ. അടുത്ത കത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ കത്താണ്. ഒരു സങ്കടം തീർക്കുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ്? അത് തന്റെ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കക്ഷി. എന്താണ് ചോദ്യം? അതായത് തന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കുട വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് താൻ ഭയങ്കര സങ്കടത്തിലാണെന്നാണ് പുള്ളി അറിയിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ്, സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു, കുട കൊടുക്കുന്നു. അതിരിക്കട്ടെ, നമ്മുടെ ഈ കത്തയച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താണ്? പുള്ളിക്കാരന്റെ ചിഹ്നം കഴുതയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാന്യ സ്ഥാനാർത്ഥി ഒറ്റ കാര്യം ചെയ്താൽ മതി, കുട വിതരണം ചെയ്യണ്ട, എല്ലാ വീടുകളിലും തന്നെ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി, വോട്ട് കിട്ടിക്കോളും. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് ഞാനിത് എങ്ങനെ വായിക്കും? എന്താ വായിക്കാത്ത? എനിക്ക് നാണമാ. വായിക്കുന്നേ എനിക്ക് ലങ്ങയാന്ന് പറഞ്ഞില്ലയോ? അങ്ങനൊന്നും പറയരുത്, നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. വായിക്കും. അടുത്ത കത്ത് സ്ഥിരമായി പ്രതികരണം പരിപാടിയിൽ മറുപടി പറയാറുള്ള ചേട്ടനും ചേച്ചിയും തമ്മില്. എനിക്ക് വയ്യ. ചേട്ടനും ചേച്ചിയും തമ്മില് ഞാൻ എങ്ങനെ ചേട്ടൻ ഇത് വായിക്കുന്നേ? വായിക്കുന്നേ ചേട്ടനും ചേച്ചിയും തമ്മില്. ചേട്ടനും ചേച്ചിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന്? ആന്നോ? എന്തായാലും മാന്യ പ്രേക്ഷകൻ, ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള നിരവധി കത്തുകൾ അയക്കണം, കാരണം ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും എനിക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ആവേശം നൽകും. എന്തായാലും ചോദ്യം ചോദിച്ചതിന് അഭിനന്ദനങ്ങൾ. ഇത്രയും നാൾ അടുത്തിരുന്ന് വാർത്ത വായിച്ച്
എനിക്ക് അങ്ങോട്ട് അടുപ്പമുണ്ട്, ഇങ്ങോട്ട് എങ്ങനെയാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങോട്ടുള്ള അടുപ്പം എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പൊ മനസ്സിലായില്ല ഇങ്ങോട്ടുള്ള അടുപ്പം എങ്ങനെയാണെന്ന്. ദൈവം ഇതിനുള്ള കഥയല്ല അയക്കരുത്. നമസ്കാരം. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ? ഓഹോ ചന്ദനത്തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ചന്ദനത്തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ.